എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് pH ബൂസ്റ്ററിനെ കുറിച്ചാണ്. നമ്മുടെ ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ദയാൽ സാറ് പറഞ്ഞു, നമ്മളുടെ ഈ ആദ്യം പറയുവാണെങ്കിൽ ഇന്ത്യ മുഴുവനല്ല, ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു pH ബൂസ്റ്റർ, അതായത് നമ്മൾ പച്ച കക്ക ഇട്ട് കൃഷി ചെയ്യണം എന്ന് നമ്മളുടെ സമൂഹത്തിലേക്ക് ഒരു അവയർനെസ് കൊടുത്തത് നമ്മുടെ SPC ആണ്. അപ്പം നമ്മുടെ SPC യുടെ pH ബൂസ്റ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏത് കൃഷിയിലും ഏറ്റവും ആദ്യം വേണ്ടത്. കാരണം നമുക്കറിയാം എന്താണിത്, കടലിനെ കരയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. കാരണം കടലിന് എന്താ പ്രത്യേകത? കടലിലെ നമുക്കറിയാം, നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും, അതോടൊപ്പം തന്നെ നമുക്ക് ചെടികൾക്ക് വേണ്ട കാൽസ്യം കാർബണേറ്റ് ആണ് നമ്മുടെ കക്ക. അപ്പൊ ഈ കക്കയിലേക്ക് തന്നെ, കക്ക കടലിൽ വളരുന്നത് കൊണ്ട് തന്നെ ഈ കടലില് നമുക്ക് കടലിലേക്ക് ചെല്ലുന്ന എല്ലാ മൂലകങ്ങളും കിട്ടുന്നു. അതോടൊപ്പം തന്നെ ആ ഏഴിൽ വളരുന്ന സൂക്ഷ്മജീവികളും നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ കക്ക കൊടുക്കുന്നു. അതായത് നമ്മുടെ പച്ച കക്കയാണ്. പച്ച കക്ക ആയതുകൊണ്ട് അതിനകത്തുള്ള സൂക്ഷ്മജീവികളും അതിനകത്തുണ്ട്. അപ്പം മനസ്സിലായല്ലോ, പച്ച കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പം നമ്മളുടെ pH ബൂസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും വെറും പച്ചക്കക്ക മാത്രമല്ല, മറിച്ച് അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. അതോടൊപ്പം അതിനകത്ത് ഓർഗാനിക് കാർബണും കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ആക്ച്വലി ഇത് കൊടുക്കുന്നത് കൊണ്ട് ആദ്യമേ പലരും ചിലപ്പോൾ പറയും, ഞങ്ങൾ പച്ചക്കക്ക വാങ്ങിയിടുന്നുണ്ട്. പക്ഷെ പച്ചക്കക്ക മാത്രമല്ല നമ്മളുടെ pH ബൂസ്റ്ററിനകത്ത് മഗ്നീഷ്യം ഉണ്ട്. പച്ച കക്കയിലുള്ള കാൽസ്യത്തിനെ ചെടി എടുക്കണമെങ്കിൽ അതിനൊരു കൂട്ട് വേണം, അതാണ് മഗ്നീഷ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങി എന്തൊക്കെ ചേർത്ത് എങ്ങനെയൊക്കെ ആക്കിയാൽ നമുക്ക് ഇതിനകത്ത് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളുടെ പച്ചക്കക്കയുടെ അകത്ത് എന്തൊക്കെയാ, മഗ്നീഷ്യവും അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങൾ, അതായത് സീവീഡ് ജെൽ എന്ന് പറയും. അതായത് കടലിലെ ഒരു സർഗാസം സീവീഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം സീവീഡ് ഉണ്ട്, ഒരു പ്ലാന്റ് ആണ്. അത് പച്ചയ്ക്ക് തന്നെ നമുക്ക് എടുത്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓർഗാനിക് കാർബണും ഉണ്ട്. ഇതൊക്കെ ചേർത്ത ഒരു ശരിക്കും പറഞ്ഞ ഒരു വളമായിട്ട് പോലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിനെ കരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മളുടെ pH ബൂസ്റ്റർ മണ്ണിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് സാധ്യമാവുന്നത്. അപ്പോൾ എന്തിനാണ് pH ബൂസ്റ്റർ എന്ന് പലപ്പോഴും ചോദിച്ചേക്കാം. നമുക്ക് പിന്നെ കുമ്മായി ഇട്ടാൽ പോരെ, ഇല്ലേ? നിങ്ങൾക്കും ആ ചോദ്യം ഉണ്ടായേക്കാം. അപ്പം pH ബൂസ്റ്ററും കുമ്മായവും തമ്മിലുള്ള വ്യത്യാസം കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യമേ ഞാൻ കുമ്മായത്തെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് ആണ്. അതിനകത്ത് വെള്ളം ചേർക്കുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറും. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രശ്നം, ഓൾറെഡി മണ്ണിൽ കിടക്കുന്ന എല്ലാ വളവും നിർവീര്യമായി പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, മണ്ണിര ഉൾപ്പെടെ ചെടികളിലും നമുക്ക് മണ്ണിൽ വേണ്ട സൂക്ഷ്മ ജീവികള്, മണ്ണിര ഉൾപ്പെടെയുള്ള പല സൂക്ഷ്മജീവികളും അവിടെ ചത്തുപോകും. കാരണം ഇതിനൊരു ചൂടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, കൈകൊണ്ട് നമുക്ക് വാരിയിടാൻ പറ്റൂല. അപ്പൊ ഇതിനൊരു ചൂടുള്ള, ഞാൻ കുമ്മായത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ കുമ്മായത്തിനൊരു ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളുടെ ചെടികളുടെ വേരിലേക്കെല്ലാം വീഴുകയാണെങ്കിൽ അവിടെ ഒരു പൊള്ളലേൽക്കും, അവിടെ ഒരു മുറിവുണ്ടാവും. ഈ മുറിവിൽ കൂടി പെട്ടെന്ന് ചെടികളിലേക്ക് ഫംഗസ് കയറാനിടയാകും. ഇനിയുണ്ട് പ്രശ്നങ്ങൾ. കാരണം ഈ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇടുന്നവർക്കറിയാം എത്ര നാൾ കാത്തിരിക്കണം. ഏതാണ്ട് ഒരു 15 ദിവസമെങ്കിലും കാത്തിരിക്കണം. അതിനുശേഷമേ നമുക്ക് വളം ഇടാൻ പറ്റുള്ളൂ. അടുത്തൊരു പ്രശ്നമുണ്ട്, നമ്മൾ കുമ്മായം ഇട്ടാല് ഈ നമ്മളുടെ pH, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 4.5 ഒക്കെ pH ഉള്ള ഒരു മണ്ണിലേക്ക് നമ്മൾ കുമ്മായം ഇട്ടെന്ന് ഓർത്തു. അപ്പോൾ അത് 4.5 ആയി, 5.5 ആയി, 6.5 ആയി, 7.5 ആയി, 8.5 ആയി, 9.5, അങ്ങനെ അതങ്ങോട്ട് കയറി നമുക്ക് വേണ്ടത് 7 ആണ്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ നില. അപ്പം 7ലാണ് നമുക്ക് നിൽക്കേണ്ടത്. പക്ഷെ അത് വീണ്ടും കയറിപ്പോകും. അത് ചെടികൾക്കൊരു ഷോക്കാണ്. മനസ്സിലായോ? പിന്നെ ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൊടുക്കുന്നത് കൊണ്ട് ഏതാണ്ട് ഒരു 45 ദിവസം മാത്രമേ pH നമുക്കൊരു തരത്തിലുള്ള ഒരു ബാലൻസ് ഉള്ളൂ. വീണ്ടും എത്രയിൽ തുടങ്ങിയോ അത്രയിൽ തന്നെ വന്ന് നിൽക്കും. 4.5ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ 4.5ൽ തന്നെ വന്ന് നിൽക്കും ഏതാ ഒരു 45 ദിവസത്തിനുള്ളിൽ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ ഈ pH, എന്തിനാണ് നിങ്ങൾ എന്തിനാ ഈ pH നെ കുറിച്ച് പറയുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കും.
pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അമ്ലക്ഷാരം അളക്കുവാനുള്ള ഒരു അളവ് പോലാണ്. അതിനകത്ത് 0 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 7 സെൻട്രൽ നില, 7 ന്യൂട്രൽ നില. അപ്പൊ 7 എന്ന pH എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം നല്ല രീതിയിൽ ചെടികൾക്ക് മണ്ണിൽ വളരാൻ മണ്ണിന്റെ pH 7 ആയിരിക്കണം. ഇനി വെള്ളത്തിന്റെ pH 7 ആയാൽ മാത്രമേ മത്സ്യങ്ങൾ അവിടെ ശരിക്ക് വളരുള്ളൂ. അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിനുമുണ്ട് ഒരു pH. അത് 7.35നും ലിറ്റിൽ ആൽക്കലൈൻ ആണ്. 7.35നും 7.45നും ഇടയ്ക്കാണ് നമ്മളുടെ മനുഷ്യ ശരീരത്തിനല്ല, മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ pH ആണ്. എന്നാൽ നമ്മളുടെ ബോഡിയിലെ രക്തം ഒരു ബഫർ സൊല്യൂഷൻ ആയിട്ട് തന്നെ ബോഡി അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. ബഫർ സൊല്യൂഷൻ മീൻസ് അതിനെ 7 തന്നെ എപ്പോഴും നിലനിർത്താനായിട്ട്. ഇനി അതിൽ നിന്ന് എങ്ങാനും താഴ്ന്നു പോയാൽ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കും. പക്ഷെ നമ്മളുടെ ബോഡി അതിനെ 7 തന്നെ നിലനിർത്തുവാൻ വേണ്ടി തന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളുടെ പല്ലിൽ നിന്നും എല്ലിൽ നിന്നുമെല്ലാം കാൽസ്യത്തെ വലിച്ചെടുത്ത് അത് 7 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ 7 എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കുമ്മായം ഇട്ടാലുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം നമ്മൾ നമ്മുടെ pH ബൂസ്റ്റർ ഇട്ട് കൊടുക്കുക, അതായത് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ നമ്മളുടെ pH ബൂസ്റ്റർ. അത് ഇട്ട് കൊടുത്താലത്തെ ഗുണം പറയാം. ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇത് ഒരു സൂക്ഷ്മജീവികളോ മണ്ണിരയോ ചത്തുപോകുന്നില്ല. അതൊക്കെ അവിടെ വളരുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് ഇടുന്നത് കൊണ്ട് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. വളത്തിന്റെ കൂടെ വേണേലും നമുക്കിടാം. മൂന്നാമത്തെ കാര്യം, ഇത് ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ കയറി ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4.5 ആയിരിക്കുന്ന ഒരു pH-ലാണെങ്കിൽ അത് 4.5, 5.5, 6.5, പിന്നെ പയ്യെ 7. ഇനി 7 കഴിഞ്ഞത് കയറത്തില്ല, അത് 7-ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. മാത്രവുമല്ല, മറ്റേത് ഞാൻ പറഞ്ഞ് 45 ദിവസം വരെയൊക്കെ ഉള്ളൂ. ഇത് നമുക്ക് ഒരു നല്ല രീതിയിൽ ഇട്ട് കൊടുത്താൽ ഒരു 1.5 വർഷം വരെ pH ബാലൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം പല തരത്തിലുള്ള തരികളുണ്ട്. ആദ്യമേ കുഞ്ഞ് ഏറ്റവും പൗഡർ ഫോമിലുള്ളത്, പിന്നെ കുറച്ചുകൂടി വലിയത്, പിന്നെ നല്ല വലുത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തേത് നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോൾ ഏറ്റവും ചെറിയ തരികളെല്ലാം മണ്ണിനോട് പ്രവർത്തിച്ച് ഇരിക്കും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അത് എപ്പോഴാണോ 7 ആകുമ്പോൾ പ്രവർത്തനം നിന്ന് അത് അവിടെ നിൽക്കും. പിന്നെയും നമ്മളുടെ pH കുറഞ്ഞ്, പുളിപ്പ് എന്നൊക്കെ പലരും പറയും, pH കുറയുമ്പോൾ വീണ്ടും അത് ഈ കാൽസ്യം കാർബണേറ്റ് അഥവാ നമ്മുടെ കക്ക, അതപ്പം കുറച്ചുകൂടി തരി കൂടിയ തരി അതുമായിട്ട് പ്രവർത്തിക്കും. പിന്നെ അതങ്ങനെ നിലനിൽക്കും. പിന്നെ കുറയുമ്പോൾ അതിൻ്റെ വലുത്. അപ്പം നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ ഇടുന്ന മണ്ണിൽ നമ്മൾ ഇട്ട pH എപ്പോഴാണോ കുറയുന്നതെന്ന് അറിയാനായിട്ട് അവിടെ കക്കയുടെ തരികൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? pH ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും നമുക്ക് pH ബാലൻസ് ചെയ്യാനും ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കുമ്മായാണ് ഇടുന്നതെങ്കിൽ ഒരു മഴയത്ത് തന്നെ ആ കുമ്മായ മുഴുവൻ വെള്ളത്തിൽ ഒലിച്ച് അങ്ങോട്ട് പോകും. പക്ഷേ നമ്മുടെ pH ബൂസ്റ്റർ ഇട്ട് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. അത് ഇടുവാണെങ്കിൽ അത് മഴയൊന്നും പെയ്താൽ അത് ഒഴിയിപ്പില്ല, അത് മണ്ണിനോട് ചേർന്ന് മണ്ണുമായിട്ട് മിക്സ് ആയിട്ട് അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുമ്മായം ഇട്ടാൽ ഞാൻ വേറൊരു സൂക്ഷ്മജീവികൾ ഇവിടെ വളരുകയാണ് ചെയ്യുന്നത്, മറ്റത് അവിടെ ചത്തുപോകുന്നു. മറ്റത് നമ്മൾ 15 ദിവസം കാത്തു നിൽക്കണം, ഇത് വെള്ളത്തിന്റെ കൂടെ ഇടാം. മൂന്നാമത്തെ കാര്യം, ഒരു പൊള്ളലുണ്ട്, ഇതിന് തണുപ്പാണ്. നാലാമത്തെ കാര്യം എന്താണ്, ഇത് 45 ദിവസത്തേക്കേ ഉള്ളൂ. നമ്മുടെ കുമ്മായം 45 ദിവസത്തേക്കേ ഉള്ളൂ. ഇത് എത്രയാ? 1.5 വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ pH ബൂസ്റ്റർ 7-ലായി കഴിഞ്ഞാൽ 7-ൽ തന്നെ നിലനിൽക്കുന്നു. അത് പിന്നെ മുകളിലോട്ട് പോകില്ല. പക്ഷെ മറ്റേതോ 7, 8, 9 എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ചെടിക്ക് തന്നെ ഒരു ഷോക്കാണ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് ഇതൊക്കെ തമ്മിലുള്ള ഏകദേശം കുറെ വ്യത്യാസങ്ങൾ. അപ്പം പിന്നെ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഞങ്ങളുടെ വീട്ടിലൊക്കെ pH ഇപ്പൊ കുറവാണല്ലോ, എന്നിട്ട് ഞങ്ങളുടെ ചെടികളൊക്കെ വളരുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. വളരും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH കുറഞ്ഞ മണ്ണിലും പലതും വളരും. പക്ഷേ അതിനും ഒരു ഡിഫക്റ്റ് ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH കുറഞ്ഞ മണ്ണിലെ ചെടികൾ എന്ത് ചെയ്യും? ഹെവി മെറ്റൽസ് വലിച്ചെടുക്കും. അറിയാമോ? ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള. അപ്പൊ നമ്മളിപ്പോ കഴിക്കുന്ന ഫോർ എക്സാമ്പിൾ ഒരു ചീര pH കുറഞ്ഞ സ്ഥലത്ത് വളരുന്നതിലാണെങ്കിൽ അതിനെ നോക്കുമ്പോൾ അതിനകത്ത് ചീര ടെസ്റ്റ് ചെയ്താൽ അതിനകത്ത് ഒരു ഹെവി മെറ്റൽ, ലെഡ് എന്ന ഹെവി മെറ്റൽ ഉണ്ടാവും.
ആ ഹെവി മെറ്റൽ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം? pH ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃഷിയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് പലരും പറയും ഞങ്ങളുടെ ഇവിടെ 25 രൂപയ്ക്ക് അല്ലെങ്കിൽ 17 രൂപയ്ക്കൊക്കെ കുമ്മായ അല്ല നമ്മുടെ കക്കാപ്പൊടി കിട്ടുന്നുണ്ടല്ലോ, നിങ്ങളുടെ എന്താണ് ഇത്ര? പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കക്കാപ്പൊടി അല്ല നമ്മളുടേത്. ഒന്നാമത്തെ കാര്യം കടലിലെ മുരിങ്ങക്കക്ക. അപ്പൊ കായലിലെ കക്കയും കടലിലെ കക്കയും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കായലിലെ കക്ക ഞാൻ നേരത്തെ പറഞ്ഞു, കടലിലാണ് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം ഒഴുകി ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ കടലിലെ എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. അതാണ് കടലിനെ കരയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതായത് കടലിലെ ഈ ഇതിനകത്ത് 7 എന്ന pH വളരുന്നതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, കായലിലെ ഉപ്പുവെള്ളത്തിൽ വളരുന്നത് കല്ല് പോലെ ഇരിക്കും. അത് പതുക്കെ നമ്മുടെ ഈ കടലിലെ മുരിങ്ങക്കക്ക മണ്ണിലേക്ക് ഇടുമ്പോൾ അത് ദ്രവിച്ച് പോകും. മറ്റേത് ദ്രവിക്കത്തില്ല. അത് ആ മണ്ണിൽ അങ്ങനെ ഒരു കല്ല് പോലെ, മണൽ തരികൾ പോലെ അങ്ങനെ കിടക്കും. കുറേ നാളങ്ങനെ കിടന്ന pH അങ്ങനെ പെട്ടെന്ന് ബാലൻസ് ആവൂല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന് നല്ല വലിപ്പമാണ് കേട്ടോ. അത് ആ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ മണ്ണിനോട് ചേരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ pH ബൂസ്റ്ററിനകത്ത് എന്താ ഉള്ളത്? മഗ്നീഷ്യം സപ്പോർട്ട് ചെയ്താലേ കാൽസ്യത്തെ പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പോഴപ്പോൾ എപ്പോഴും പറയും കാൽഷ്യം മഗ്നീഷ്യം ഒന്നിച്ച് കഴിക്കണം. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? ഈ കാൽസ്യത്തെ എടുക്കണേ, അതിന്റെ കൂടെ മഗ്നീഷ്യം വേണം. മറ്റത് വെറും പാറപ്പൊടി കൊണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെറും നമ്മുടെ കാൽസ്യം കാർബണേറ്റ് അഥവാ നമ്മുടെ കക്കാപ്പൊടി കൊണ്ട് ഇട്ട് കൊടുത്താലും, നമ്മളുടെ കക്കാപ്പൊടി ഇട്ട് കൊടുത്താലും, അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞാൽ ഞാൻ അത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് എന്തോ ഒരു വ്യത്യാസം കിട്ടുന്നില്ല, പക്ഷെ ഇതിട്ടപ്പോൾ വ്യത്യാസം വരുന്നു എന്ന് എത്രയോ പേര് പറയുന്നു. കാരണം ഇതുകൊണ്ടാണ് മഗ്നീഷ്യവും ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താ ചേർത്തിരിക്കുന്നത്? ഓർഗാനിക് കാർബൺ. മണ്ണിൽ എത്രത്തോളം ഓർഗാനിക് കാർബൺ ഉണ്ടോ അപ്പോൾ അവിടെ സൂക്ഷ്മജീവികൾക്ക് വളരാനും വെള്ളത്തെ പിടിച്ചു വെക്കാനും വേരുകൾ നല്ല രീതിയിൽ ഓടാനും ഏറ്റവും വേണ്ടതാണ് ഓർഗാനിക് കാർബൺ. അപ്പൊ നമ്മളുടെ പ്രോഡക്റ്റിനകത്ത് എന്തൊക്കെയാ? ഓർഗാനിക് കാർബൺ ഉണ്ട്, സൂക്ഷ്മ മൂലകങ്ങളെല്ലാം ഉണ്ട്, പിന്നെ ഏറ്റവും പ്രധാനം കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. ഇത് മഗ്നീഷ്യം എല്ലാം ചേർന്ന് വരുന്ന ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ആദ്യമേ നമ്മുടെ ഒരു കൃഷിയിൽ ഏറ്റവും ആദ്യം വേണ്ട ഒന്ന് തന്നെയാണ് ഏതാ? SPCയുടെ pH ബൂസ്റ്റർ. അപ്പം ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ എത്രയാണെന്ന് ചിലത് ചോദിക്കാണ്ട്. 104 കേട്ടോ ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ. അതോടൊപ്പം തന്നെ നമ്മളിത് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിര ഉൾപ്പെടെ ഒരുപാട് സൂക്ഷ്മജീവികൾ അവിടെ വളരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിന് ഒരു ഇളക്കം ഉണ്ടാകുന്നു. ശരിക്കും മണ്ണ് ഇളക്കുകയല്ല വേണ്ടത്, മണ്ണ് ഇളകുകയാണ് വേണ്ടത്. മണ്ണ് എങ്ങനെയാണ് ഇളകുന്നത്? മണ്ണ് ഇളകുവാനായിട്ട് നമ്മളുടെ മണ്ണിൽ മണ്ണിരയും സൂക്ഷ്മജീവികളും വേണം. ഈ മണ്ണിരയും സൂക്ഷ്മജീവികളും കുമ്മായി ഇടുമ്പോൾ എന്താ സംഭവിക്കണേ? എല്ലാം ചത്തു പോകുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? pH ബൂസ്റ്റർ കൊടുക്കുമ്പോൾ അവിടെ ധാരാളം മണ്ണിരയും സൂക്ഷ്മജീവികളും വളരെയും മണ്ണ് തന്നെ നല്ല സ്പോഞ്ച് പോലെയാവും, വെള്ളത്തെ പിടിച്ചു വെക്കുന്നു. നമുക്ക് വെള്ളം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു കല്ല് പോലുള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ? അത് ആ മോളിൽ കൂടി തന്നെ താഴോട്ട് പോകും. എന്നാൽ ഒരു സ്പോഞ്ചിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ വ്യത്യാസം? അതവിടെ പിടിച്ചു വെക്കും. അതോടൊപ്പം തന്നെ ഒരു കല്ല് പോലെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെടികളുടെ വേര് ഇറങ്ങി ചെല്ലൂല, ഹാർഡായിട്ടിരിക്കും. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു ചെടീനെ വെച്ച് കഴിഞ്ഞാൽ ആഴത്തിൽ വേര് ഇറങ്ങിപ്പോ. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും ഒരു ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും കോക്കോപ്പിറ്റ് അല്ലവ ചകിരിച്ചോറിടണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അത് അതോടെ ഒരു ഇളക്കം വേണം. അപ്പൊ മണ്ണ് ശരിക്കും നമ്മുടെ ഒരു കൃഷിയിടത്തിലേക്ക് നമുക്ക് ഇതുപോലെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഈ കൊക്കോപ്പിറ്റൊന്നും ഒരുപാട് ഇടാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഇത് ഇടുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു എക്കോ സിസ്റ്റം സ്ഥാപിക്കുകയും അവിടെ അതുപോലെ തന്നെ ചെടികളിൽ നല്ല രീതിയിൽ വേരുകൾക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള മണ്ണ് തന്നെ ഒരു സ്പോഞ്ചി ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മളുടെ SPCയുടെ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചെടികൾക്ക് വേണ്ട ഇത് കൊടുക്കുന്നുണ്ട്. കാൽസ്യം കിട്ടുന്നു, അതോടൊപ്പം തന്നെ കാർബൺ കിട്ടുന്നു, അതോടൊപ്പം തന്നെ മഗ്നീഷ്യം കിട്ടുന്നു, അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങൾ മൈക്രോന്യൂട്രിയൻസ് ഇതെല്ലാം ഈ pH ബൂസ്റ്റർ കൊടുക്കുന്നത്. മറ്റുള്ള നിങ്ങൾ പലരും മേടിച്ചു കൊടുക്കുന്ന
കുമ്മായം ഇടുന്നത് കൊണ്ടല്ല, കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് മാത്രമാണ് കിട്ടുന്നത്. അഥവാ പച്ച കക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് മാത്രമാണ്. നമ്മളുടെ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയും സാധനങ്ങൾ കൂടി ചേർന്നുണ്ടാക്കുന്നതാണ് നമ്മുടെ SPC PH ബൂസ്റ്റർ. ഇപ്പൊ ഓൾറെഡി മണ്ണിൽ കിടക്കുന്ന വളം ഒന്നും നിർവീര്യമായി പോകുന്നില്ല. PH നമുക്കറിയാം 7 തന്നെ നിലനിർത്തുന്നു. 9-10ലേക്കൊന്നും പോകാതെ 7 തന്നെ നിലനിർത്തുന്നു. പിന്നെ മണ്ണിര ഉൾപ്പെടെ സൂക്ഷ്മജീവികളെല്ലാം അവിടെ ധാരാളം വളരുന്നു. പിന്നെ ചെടിയുടെ വേര് വെന്തു പോകുന്നില്ല, അത് തണുത്തതാണ്. മറ്റത് നമുക്കറിയാം കൈകൊണ്ട് പോലും ചെയ്യുന്ന ചൂടാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളത്തോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനം 15 ദിവസം കാത്തിരിക്കേണ്ട, ഒരു 1.5 വർഷം വരെ PH ബാലൻസ് ചെയ്യാനും PH 7ൽ നിന്നും മുകളിലേക്ക് പോകാതിരിക്കുവാനും ഇത് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വലിയ മഴ പെയ്താലും പെട്ടെന്ന് മഴയെ തൊഴിച്ചു പോകുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളത്തോടൊപ്പം കൊടുക്കാം, സൂക്ഷ്മജീവികൾ വളരുന്നു. പിന്നെ ഇങ്ങനെ ടക്കെന്നും പറഞ്ഞുകൊണ്ടല്ല, പതുക്കെ പതുക്കെ പതുക്കെ. ഇപ്പൊ പലരും ഇട്ട് ഉടനെ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമല്ലോ. അത് ഗ്രാജുവൽ ആയിട്ട് കയറി 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 7ൽ വന്ന് 7ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PH കുറഞ്ഞ മണ്ണിൽ വളരുന്ന പലതരം ചെടികളിൽ ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളുടെ കക്ക, പച്ച കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്ന PH ഉള്ള സാധനം. അപ്പൊ അതിനകത്തുള്ള സൂക്ഷ്മജീവികൾ, ഈ സൂക്ഷ്മജീവികളെല്ലാം തന്നെ നമ്മൾ നീറ്റുന്നില്ലല്ലോ, പച്ചയ്ക്കാണ്. നീറ്റുമ്പോഴത്തേക്കും അതെല്ലാം ചത്തുപോകും. പക്ഷെ നീറ്റാതെ തന്നെ ഇത് ചെയ്യുമ്പോൾ അതിനകത്ത് സൂക്ഷ്മജീവികളുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് മണ്ണിൽ ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മജീവികളാണ്. അപ്പൊ എന്തിനാണ് സൂക്ഷ്മജീവികൾ എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മൾ ഇടുന്ന വളത്തെ ചെടി ഒരിക്കലും നേരിട്ട് എടുക്കൂല. അവിടെ സൂക്ഷ്മജീവികൾ വെള്ളവും വളവും കൂട്ടി ചെടികൾക്ക് കൊടുക്കേണ്ട രീതിയിലാക്കും. അതെല്ലാം ഈ സൂക്ഷ്മജീവികളെല്ലാം വളരുന്നത് 7 എന്ന PH-ലാണ്. അതുകൊണ്ടാണ് ആ സൂക്ഷ്മജീവികൾക്ക് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ്. പക്ഷേ 7 എന്നുള്ള PH-ൽ നിന്നും താഴോട്ട് പോകുമ്പോൾ, അതായത് 6, ഫോർ എക്സാമ്പിൾ ഒരു 4.5, 5 ഉള്ള PH എന്ന് പറഞ്ഞാൽ അവിടെ വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം തന്നെ നമ്മളുടെ ചെടികൾക്കും മണ്ണിനും ദോഷകരമായിരിക്കും. അവിടെ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവയെല്ലാം നമ്മളുടെ മണ്ണിനും ചെടികൾക്കും ദോഷം. അതുകൊണ്ടാണ് പലപ്പോഴും ഫംഗസ് ഉള്ള ചെടികളിലേക്ക് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഇട്ട് കഴിഞ്ഞാലും അപ്പം മാത്രം അത് മാറും, വീണ്ടും വീണ്ടും വരും. കാരണം ഒറിജിൻ, അതായത് മണ്ണ് തന്നെ ആ നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ, അതായത് PH 7ൽ അല്ലാത്ത, അതായത് 3.5-ലോ 4.5-ലോ 5-ലും ഒക്കെ വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം തന്നെ മണ്ണിനും ചെടിക്കും ദോഷകരമാണ്. അത് എപ്പോഴും രോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ മൂലകാരണമായ PH മണ്ണിൻ്റെത് ബാലൻസ് ചെയ്തിട്ട് വേണം ആദ്യത്തെ തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ. അപ്പൊ ഇതാണ് PH ബൂസ്റ്റർ SPCയുടെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. സാറേ പറഞ്ഞു. വലിയ തെങ്ങിനും ചെറിയ തെങ്ങിനും എത്ര വിധം ഉപയോഗിക്കണം? വലിയ തെങ്ങിനൊരു 3.5 കിലോ വെച്ച്. പിന്നെ എന്ത് പറഞ്ഞാലും നമ്മൾ PH നോക്കണം. PH മീറ്റർ വേണം, എല്ലാവർക്കും PH മീറ്റർ വേണം. PH മീറ്റർ ചരിച്ചു വെച്ചാൽ നോക്കണം, ഇങ്ങനെ താത്തുമല്ല. PH മീറ്റർ നമ്മൾ ഇതൊക്കെ റിസൾട്ട് കിട്ടണമെങ്കിൽ പലരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുത്തി അങ്ങ് താത്തും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് മണ്ണിന്റെ മേൽമണ്ണിന്റെ അവിടെ ഒരു ഇച്ചിരി ചരിച്ച് ഇങ്ങനെ കയറ്റി വെക്കുക, എന്നിട്ട് നോക്കുക. അപ്പൊ PH മീറ്റർ നോക്കിയിട്ട് PH എത്രത്തോളം, ഏകദാണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും തന്നെ ഒരു 4.5 ഒക്കെയാ. ഇനിയിപ്പോ 4.5 ഒക്കെ ആണെങ്കിൽ വലിയ തെങ്ങുകൾക്ക് ഒരു 3.5 കിലോ എങ്കിലും ഇട്ട് കൊടുക്കണം. ചെറിയ തെങ്ങുകൾക്ക് 2, ഏറ്റവും ചെറുതിനാണ് 1 കിലോ. ഒരു ഏക്കർ സ്ഥലത്ത് എത്രയും വേണ്ടത് ഉപയോഗിക്കേണ്ടത്? ഒരേക്കർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PH 4.5 ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒരു 35 കിലോ എങ്കിലും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. 35 മുതൽ 500 കിലോ വരെ. അതായത് ഈ PH ബൂസ്റ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു കൃത്യമായ അളവ് നമുക്ക് പറയാനില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് കൂടിയത് കൊണ്ട് ഒരിക്കലും അതൊരു പ്രശ്നം വരില്ല. എത്ര കൊടുക്കാവോ അത്രയും മണ്ണിന് നല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ ഇച്ചിരി കൂടുതലിട്ടാൽ അത്രയും എക്സ്റ്റൻഷൻ, അത്രയും നാളും കൂടി നമുക്ക് PH ബാലൻസ് ആയിട്ട് കിട്ടും. അതാണ് വേറൊരു ഗുണം. ഒരു വാഴയ്ക്കൊക്കെ ഉപയോഗിക്കാൻ എത്ര എണ്ണം? അതായത് അത് ആദ്യമേ ടെസ്റ്റ് ചെയ്ത് നോക്കുക, മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. വാഴയ്ക്കൊക്കെ ഒറ്റ തവണ ആദ്യമേ ഇട്ട് കൊടുക്കുക. ഒരു 4.5 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1/2 കിലോ എങ്കിലും കൊടുക്കേണ്ടിയിരിക്കുന്നു.
ഓക്കെ മാഡം. അര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ 1/2 കിലോ എന്ന് പറയുന്നു. 1/2 മുതൽ 2 കിലോ വരെ കൊടുത്താലും നല്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, തണ്ടേല് വീണാലും കുഴപ്പമില്ല. നമുക്ക് കുമ്മായൊക്കെ ആണെങ്കിൽ ആ തടി അഥവാ തണ്ടേല് വീണ വിവരം അറിയും ഇല്ലേ? തടി മാത്രമല്ല ചെടി തന്നെ കരിഞ്ഞു കുറച്ച് കൂടുതലിട്ടാ. പക്ഷെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് കൂടുതലിട്ടാലും കുഴപ്പമില്ല, തണ്ടേ വീണാലും കുഴപ്പമില്ല. ഒരിക്കലും പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആണ്, നല്ല എഫക്റ്റീവും ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. മാം ഞാൻ ആസ്നയാണേ. ചോദിച്ചു. ഈ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ യൂസ് ചെയ്യുമ്പോ എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എടുക്കുന്ന മണ്ണ് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. അത് ഏറിയും കുറഞ്ഞു നമുക്കിപ്പം ഗ്രോ ബാഗിലൊക്കെ ഒരു പിടി മതി. ഒരു പിടി മതി എന്ന് പറഞ്ഞാൽ ഒരു 4.5 ഒക്കെ ഉള്ളു. പക്ഷേ നിങ്ങൾ അത് നോക്കുക, അതുമായിട്ട് എങ്ങനെയാണ്. pH ഇച്ചിരി കൂടുതലൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ കുറച്ച് കുറവ് കൊടുക്കാം. അത് അങ്ങനെയാണ്. കുറച്ച് കൊടുത്താൽ മതി. നമുക്ക് 7 എന്റെ ഏരിയയിലൊക്കെ അധികം 6.5 കാണുന്നുണ്ട്. എവിടെയാ സ്ഥലം? സ്ഥലം മലപ്പുറം ചേളാരി. അപ്പം നിങ്ങൾക്ക് ഒരു വലിയ തെങ്ങിനൊക്കെയാണ് ഒരു 2 കിലോ 2 കിലോ എങ്കിലും വേണം. ഇതിപ്പോ ഇച്ചിരി കൂടിയാലും ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്ത് 3-4 ഗുണങ്ങളും കൂടി ഉണ്ട്. മഗ്നീഷ്യം ഉണ്ട്, സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മ ജീവികളുണ്ട്. ഇതെല്ലാം കൊണ്ട് അത് മണ്ണിൽ കുറച്ച് കിടന്നാലും വെള്ളം പിടിച്ചു വെക്കാനും, അതുപോലെ ഇപ്പം എന്താ ഗുണം, വെള്ളത്തെ പിടിച്ച വേരുകൾ നല്ല രീതിയിൽ വളരാനും, അതുപോലെ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ വളരാനും എല്ലാം ഇത് വളരെ എഫക്റ്റീവ്. ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറയ്ക്കുന്നതിന് കൂടുതൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിക്സ് ചെയ്ത ഉടൻ നടുന്നതിനേലും നല്ലത് കുറച്ച് നാള് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചോ എന്തോ, അതായത് നമ്മൾ ഇത് ഇടുമ്പോൾ പെട്ടെന്ന് ആ മണ്ണിന്റെ pH ആവൂല, കുറച്ച് നാള് പിടിക്കും. അതായത് ഗ്രാജുവൽ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ചിടാമെങ്കിലും നമ്മൾ ചെടി നടുമ്പം നമുക്ക് ഒരിച്ചിരി നാള് വെയിറ്റ് ചെയ്തിട്ട് നടുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞത് ആ ഒരു രീതി മനസ്സിലായോ? അതായത് ഇത് ഗ്രാജുവൽ ആയിട്ട് പ്രവർത്തിച്ച് pH 7 ആകുന്നത് കൊണ്ട് ആ pH ഇങ്ങനെ ഇതൊക്കെ ആക്കി വെച്ച ശേഷം നമ്മൾ നടുന്നതായിരിക്കും നല്ലത്. നടുന്നതിന് ഇത് വെച്ച ഉടനെ ഇത് മിക്സ് ചെയ്ത ഉടനെ നടുന്നതിലും ഗുണം. എന്നാൽ നമ്മൾ ഓൾറെഡി നട്ട ചെടികൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോ പച്ചക്കറിന്റെ സീസൺ ആണല്ലോ വരുന്നത്. അപ്പൊ പച്ചക്കറി നടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടൊക്കെ ഇപ്പൊ തന്നെ യൂസ് ചെയ്ത് ആ സ്ഥലത്ത് വെക്കാൻ പറയാലേ, ആ സ്ഥലത്ത് ഇട്ട് വെക്കാൻ പറയാലേ? അതാ ശരി, അതാ കറക്റ്റ്. ഓക്കെ മാം. മേഡം നാസറ കരുവാരുണ്ട്. മേഡം കമുങ്ങിന് എത്ര 1 കിലോ വെച്ച് കൊടുക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം നിങ്ങൾ നോക്കുക. ആദ്യമേ ഇപ്പൊ മലപ്പുറത്തിന്റെ 6 എന്ന് പറഞ്ഞു, 4.5 മേഡല്ലത്. അപ്പൊ മലപ്പുറത്ത് ഇപ്പൊ ഒരാള് പറഞ്ഞു അവിടെ 6 ഉണ്ടെന്ന്. മേഡം അതൊക്കെ വെറുതെ പറയാണ്. നമ്മള് pH മീറ്റർ ഉപയോഗിക്കുമ്പോ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. 1, ഒരു ഇച്ചിരി നനവുള്ള മണ്ണിൽ വേണം ചെയ്യാൻ. 2, നമ്മൾക്ക് ഫീൽ ചെയ്യും ഇത് കുത്തുമ്പോഴത്തേക്കും കല്ലുണ്ടോ അടിയിൽ, അങ്ങനെ പാടില്ല, മണ്ണിൽ തന്നെ ആയിരിക്കണം. 3-മത്തെ കാര്യം, നമ്മള് ഇങ്ങനെ ചുമ്മാതങ്ങ് കുത്തി ഇറക്കരുത്, ചരിച്ച്. പിന്നെ അതിന്റെ ബൾബ് പോലുള്ള സാധനത്തെ പിടിച്ചോണ്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ എന്താ പറയാ, ആ സ്റ്റിക്ക് പോലത്തെ സ്ഥലത്ത് പതുക്കെ വെച്ച് മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. പക്ഷേ എയർ ആകാൻ പാടില്ല. എയർ മീൻസ് നമ്മളിപ്പം ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ ചിലപ്പം മണ്ണിൽ തന്നെ അതിന്റെ ശരിക്കും സെൻസർ എവിടെയാണെന്നറിയാമോ? ആ ഒരു നീഡിൽ പോലുള്ളതിന്റെ ഏറ്റവും അടിയിലല്ല, അതിന്റെ ഇച്ചിരി മുകളിൽ ഒരു വട്ടത്തിൽ കാണും, അതാണ് സെൻസർ. അപ്പൊ അവിടെ മണ്ണ് മുട്ടാനിരിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് എന്താണ് pH എന്നും ആ pHന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നും pH എത്രയാണ് നമുക്ക് മണ്ണിൽ വേണ്ടതെന്നും അതിന് എന്താണ് അതിന്റെ സൊല്യൂഷൻ, pH കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കംപ്ലൈന്റുകളും pH ഇംപ്രൂവ് ആകാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും എല്ലാം മാഡം നല്ല വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.